18 വർഷങ്ങൾക്ക് മുന്നേ മോഹൻലാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിൽ തിയേറ്ററിലെത്തിയ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തിട്ട് ഇന്ന് ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. മൂന്നാമത്തെ ദിവസം ഞായർ ബോക്സ് ഓഫീസിൽ ചിത്രം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നും ഇതുവരെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയായി എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്നാമത്തെ ദിവസം 3:30 ഒക്കെ ആവുന്ന സമയത്ത് ബുക്ക് മൈ ഷോപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് 1300 മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത്. മൂന്നാം ദിവസമായി ഇന്നും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച കളക്ഷൻ ഉറപ്പാക്കിയിരിക്കുന്നു. ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ? ഇന്ന് 6 മണിക്ക് കാലിക്കറ്റ് അപ്സര തിയേറ്ററിൽ കളിക്കുന്ന ഷോയുടെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1000ഓളം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വൺ തിയേറ്ററാണ് അപ്സര. അവിടെയാണ് ഏകദേശം ബുക്കിങ്ങിലൂടെ തന്നെ ഒട്ടുമിക്ക ടിക്കറ്റ്സുകളും 6 മണിയുടേത് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. ആദ്യ ദിവസം ചിത്രത്തിന് കേരളത്തിൽ നിന്നും 37 ലക്ഷത്തോളം രൂപയാണ് നേടാൻ സാധിച്ചത്. രണ്ടാമത്തെ ദിവസം ചിത്രത്തിന് കേരളത്തിൽ നിന്നും 59 ലക്ഷത്തോളം രൂപ നേടാൻ വേണ്ടി സാധിച്ചു. പെരുന്നാൾ ദിനമായതുകൊണ്ടും അതോടൊപ്പം തന്നെ ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ ഷോ കൗണ്ട് കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ദിവസം കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് രണ്ടാമത്തെ ദിവസം ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള കളക്ഷൻ. അങ്ങനെ കേരളത്തിൽ നിന്നും ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് മാത്രം 96 ലക്ഷത്തോളം രൂപയാണ് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന റിലീസ് ചിത്രം നേടിയിരിക്കുന്നത്. 2 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 1,05,00,000ലേക്കും സിനിമയ്ക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചു. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനോ ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.